ശരിക്കും ടോപ്പ് കയറും. പിന്നെ കരഞ്ഞ് കരഞ്ഞ് കണ്ണ് കലക്കുകയും ചെയ്യും. അത്രയും വലിയ വിഷയമാണ് സ്വർഗത്തിലെ ഇഹലോക തരുണികൾ. അത് കഴിഞ്ഞ് വഅസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ, ആ ഹതഭാഗ്യർ, ഇടത് കൈയിൽ കിതാബ് കൊടുക്കുന്ന അവർ ഹതഭാഗ്യരാണ്. അവരുടെ നിർഭാഗ്യം കണ്ടവരാരുണ്ട്? വഅസ്ഹാബു ശിമാൽ മാ അസ്ഹാബു ശിമാൽ, ആ ഹതഭാഗ്യർ അവരെത്രത്തോളം ഹതഭാഗ്യരാണ്. ഫീ സമൂം, എവിടെയെങ്കിലും ഒരു ഭാഗത്ത് തട്ടിയാൽ അതിന്റെ പ്രതിഫലനങ്ങൾ തലച്ചോറിൽ പോലും അറിയുന്ന രോമക്കുത്തുകളിലൂടെ തുളച്ചു കയറുന്ന തീക്കാറ്റിലാണവർ. ഫീ സമൂം വഹമീം, ചുട്ടുപൊള്ളുന്ന വെള്ളത്തിലാണ്. ചുട്ടുപൊള്ളുന്ന വെള്ളം, വെട്ടിത്തിളക്കുന്ന വെള്ളം. തുസ്ഖാ മിൻ ഐനിൻ ആനിയ, ആ വെള്ളത്തിലാണ് അവർ നിൽക്കുന്നത്. വളില്ലിൻ മിൻ ഹമൂം, മാത്രമല്ല കരിമ്പുകയുടെ തണലില്, കരിമ്പുകയുടെ തണലിലാണ്. പുകച്ചുരുൾ ഉയരുമ്പോഴുള്ള തണൽ മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. വളില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം, അല്ല തണുത്ത വെള്ളമല്ല, വലാ കരീം മാന്യമായ തണുത്ത തണലല്ല, തണുത്ത വെള്ളമല്ല, തണുത്ത കാറ്റല്ല, മാന്യമായതല്ല, ഒരിക്കലും സുഖകരമല്ല, സഹിക്കാൻ കഴിയാത്തതാണ്. ചൂടെടുക്കുന്ന ഒരാൾ ആഗ്രഹിക്കുന്ന 3 കേസുകൾ, ആ 3 കേസും അപകടകരമാണ്. വെള്ളം, കാറ്റ്, തണല്. തണുത്തതെല്ലാവരും ആഗ്രഹിക്കും ചൂടുണ്ടാവുമ്പോൾ. പക്ഷെ അതും കിട്ടുന്നത് അതും ചൂട്. പിന്നെ അതിന്റെ കഥ പറയാനുണ്ടോ? ഇല്ല. എന്തേ ഇവരിങ്ങനെ ആകാൻ കാരണം? ഞാൻ ഇവരെ വെറുതെ കഷ്ടപ്പെടുത്തിയതാണോ? അള്ളാഹു പറയുന്നു, ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ, തീർച്ചയായിട്ടും അവർ ഇതിനു മുമ്പ് ദുനിയാവിലെത്തുന്നതിന്റെ മുമ്പ്, ഇങ്ങോട്ട് മരിച്ചെത്തുന്നതിന്റെ മുമ്പ് ദുനിയാവിൽ നിന്ന് ഇവർ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരായിരുന്നു. ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ വകാനൂ യുസ്ബൂന അലൽ ഹിൻസിൽ അദീം, അവർ മഹാപാപത്തിന്റെ മേൽ സ്ഥിരമാകുന്നവരായിരുന്നു. എത്ര തന്നെ ചെയ്യല്ല 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 അനുജ എന്ന് പറഞ്ഞാലും അനുജന് മാറാൻ സമയമായിട്ടില്ലായിരുന്നു, ജ്യേഷ്ഠന് ഒഴിവാകാൻ സമയമായിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അവരെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്. വകാനൂ യഖൂലൂൻ, അവർ ചോദിക്കുമായിരുന്നു, ഹൈദാ മിത്നാ വകുന്നാ തുറാബൻ വൈലാമ, നമ്മളൊക്കെ മരിച്ച് എല്ലും മണ്ണുമൊക്കെ ആയി പോയതിന്റെ ശേഷം ഹൈനാലം അബുഴസൂൻ, രണ്ടാമതും നമ്മളെ പുനർജന്മം നൽകപ്പെടുമെന്നോ, പുനരുത്ഥാനം നൽകപ്പെടുമെന്നോ? അവാബാവുനല്ല പോലൂൻ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടാകുന്നാണോ മുഹമ്മദ് പറയുന്നത്? ഖുൽ ഇന്നൽ അവ്വലീന വല്ലാഖീന ലമജ്മൂഊന ഇലാ മിഖാതി യൗമിൻ മഅലൂം, നബിയെ നിങ്ങൾ പറയുക, തീർച്ചയായും ആദ്യത്തെ ഒരു അവസാനം, നിങ്ങളെ വല്യാപ്പാരൊന്നും സംശയിക്കണ്ട, ആദം നബി തൊട്ട് ഖിയാമം വരെ വരാനുള്ള എല്ലാ ആളുകളും ലമജ്മൂഊന ഇലാ മിഖാതി യൗമിൻ മഅലൂം, ഒരു ഫിക്സ്ഡ് ദിവസം, ഒരു നിശ്ചിത ദിവസം, ഒരു ഫിക്സ്ഡ് സമയം, അന്നത്തേക്ക് എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ടാകും. സുമ്മ ഇന്നകും അയ്യുഹദ്ദാല്ലൂനൽ മുകദ്ദിബൂൻ, പിന്നെ നിങ്ങൾ, ഓ റൗഡികളെ, പിന്നെ നിങ്ങൾ വഴിപിഴച്ചു നടന്നവരെ, ലാകിലൂന മിൻ ശജരിൻ മിൻ സഖൂം, ആ കള്ളിമുള്ളെന്ന മരം, സഖൂം വൃക്ഷം നിങ്ങൾ തിന്നേണ്ടി വരും, സഖൂം വൃക്ഷം നിങ്ങൾ തിന്നേണ്ടി വരും. ഫമാലിഊന മിൻഹൽ ബുതൂൻ, ആ സഖൂം വൃക്ഷം തിന്നേണ്ടി വരുമെന്നല്ല, നിങ്ങൾ തിന്ന് വയറു വീർപ്പിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു അതൊക്കെ മലപ്പുറം ഭാഷയിൽ തന്നെ പറയണം. ഞാനും നിങ്ങൾ മലപ്പുറത്തുകാരായതുകൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും, അപ്പോഴേ അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. തിന്നേണ്ടി വരുമെന്നല്ല, ഫമാലിഊന മിൻഹൽ ബുതൂൻ, പള്ള നിറച്ചു തിന്നേണ്ടി വരും, പള്ളറച്ചു തിന്നേണ്ടി വരും. ഫമാലിഊന മിൻഹൽ ബുതൂൻ ഫശാരിബൂന അലൈഹി മിനൽ ഹമീം, ആ കള്ളിമുള്ള് തിന്നതിന്റെ പുറമെ, ഇതിന്റെയൊക്കെ ഗൗരവം എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ കള്ളിമുള്ള് തിന്നതിന്റെ പുറമെ നമ്മൾ ചുടുവെള്ളം കഴിക്കേണ്ടി വരും. ചുടുവെള്ളം, ഗ്ലാസ്സിലെ വെള്ളം ഇങ്ങനെയാണ് കോരിക്കൊണ്ട് വരുമ്പോഴേക്ക് മുഖത്തുനിന്ന് കഷ്ണം അങ്ങനെ വീഴും അതിലേക്ക്. ഇത്രയും ചൂടുള്ള തിളച്ച വെള്ളം, ആവിയുള്ള വെള്ളം, ആ വെള്ളം കുടിക്കേണ്ടി വരും. അതും എങ്ങനെ? ഫശാരിബൂന ശുർബൽ ഹീം, ദാഹിച്ചു വലഞ്ഞ ഒട്ടകം കുടിക്കും പോലെ കുടിക്കേണ്ടി വരും, പോത്ത് കുടിക്കും പോലെ കുടിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ വലിച്ചു കുടിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു, ഓവർ ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം കയ്യിൽ കിട്ടിയാൽ, ഒരു ഗ്ലാസ് ചായ കയ്യിൽ കിട്ടിയാൽ അത് ഒപ്പിച്ചൊപ്പിച്ചൊപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്തേ കുടിക്കാൻ കഴിയൂ. ആ അഡ്ജസ്റ്റ്മെന്റ് സ്വർഗത്തിൽ, നരകത്തിൽ അനുവദിക്കില്ല. ഫശാരിബൂന ശുർബൽ ഹീം ഹാദാ നുസ്ലുഹും യൗമദ്ദീൻ, ഇത് ഇവർക്ക് പ്രതിഫല നാളിലുള്ള പ്രഥമ സൽക്കാരമാണ്. ഇതാണ് നമ്മൾ സംസാരിച്ച 7-ാം ദിവസത്തെ CD ആയിരിക്കും മിക്കവാറും ഹതഭാഗ്യരും നരകവും. ഹതഭാഗ്യരും നരകവും നല്ലോണം ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പലരും അന്വേഷിച്ച ഒന്നാണ്. ഏതായാലും ഇന്ന് CDകളൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ട് എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. പരമാവധി കിട്ടുന്നവർ വാങ്ങുക എന്ന് പ്രത്യേകം ഉണർത്തുന്നു. പിന്നീട് നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ, നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ,
നമ്മളാ നിങ്ങളെ സൃഷ്ടിച്ചത്. ഇതൊക്കെ പറയുമ്പോ, ഈ സ്വർഗം നരകമൊക്കെ പറയുമ്പോ ഇതൊക്കെ ആരുടെ വാക്കുകളാണെന്ന് സംശയം തോന്നണ്ട. സ്രഷ്ടാവിന്റെ വാക്കാണ്. സൃഷ്ടിച്ചവൻ പറഞ്ഞതാ സൃഷ്ടികൾ കേൾക്കേണ്ടത്. നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ. നമ്മളാ നിങ്ങളെ സൃഷ്ടിച്ചത്, എന്തേ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അഫറഅയ്തും മാ തുംനൂൻ. വിശ്വസിക്കുന്നില്ലെങ്കിൽ നിഷേധസ്വരമുള്ളവനോട് അല്ലാഹ് ചോദിക്കുന്ന, നിങ്ങൾ സ്കലിപ്പിക്കുന്ന ബീജം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അഫറഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. ആ ബീജത്തെ കുഞ്ഞായിട്ട്, മനുഷ്യ കുഞ്ഞായിട്ട് സൃഷ്ടികർമ്മം നൽകിയത് നിങ്ങളാണോ അതോ നമ്മളാണോ? അത് സൃഷ്ടിച്ചത് നിങ്ങളാണോ നമ്മളാണോ? പറയണം. അൻതും തഖ്ലുഖൂനഹു